Hello. Welcome to Market Discussion of the Day. Today, February 17, 2025, Monday ആണ്, പുതിയൊരു വീക്കാണ്. സോ ഇന്നത്തെ ഈ ആഴ്ചത്തെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽസിലോട്ട് കടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇന്ന് നമ്മളുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വൈകുന്നേരം രാത്രി ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10 മണിക്കുമായിട്ടാണ് രണ്ട് മലയാളം ബാച്ചാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ചെയ്യാത്തുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്ന് നമുക്ക് US ഫെഡറൽ ഹോളിഡേ ആണ്. അതുകൊണ്ടിട്ട് തന്നെ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് വളരെ ചെറിയൊരു നാരോ മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ചില എന്താ പറയുക, മാർക്കറ്റ് ഭയങ്കര സ്ലോ ആയിട്ട് നമുക്ക് കാണേണ്ടി വരും. ഓക്കെ, സോ ആ ഒരു സമയം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ US അവധി ആയതുകൊണ്ടിട്ടാണ്. അതുമാത്രമല്ല, ഈ ആഴ്ച ഒരു ഫുള്ളി ഒരു ടെക്നിക്കൽ വീക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഫണ്ടമെൻ്റൽസ് ആയിട്ട് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ US നിന്ന് വരുന്നില്ല എന്നതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ എല്ലാ ദിവസവും നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എക്കണോമിക് കലണ്ടർ പ്രകാരമായിട്ടുള്ള ന്യൂസുകളൊന്നും, മെയിനായിട്ടുള്ള ന്യൂസുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഒരുപാട് കൺട്രീസിനെതിരെ താരിഫ് വെച്ചതും, അതേപോലെ തന്നെ ജർമ്മനിയുടെ ഇലക്ഷൻ ഫെബ്രുവരി 22 വരുന്നുണ്ടോ എന്നുള്ള കാര്യവും, ബാക്കി എന്താ പറയുക, റഷ്യ ഉക്രൈൻ വാറിൻ്റെ അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് കൺസിഡർ ചെയ്ത് പോവുക. കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ US നിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. അതെല്ലാം ബാക്കിയുള്ള പേയേഴ്സിലല്ല, ഗോൾഡിൽ അത് പ്രഷർ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഡൗട്ടൊന്നും വെക്കണ്ട. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, കമ്മിങ് ടു നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ GBPയിലോട്ട് പോകുമ്പം GBPയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വന്നിട്ട് 151.837 ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള ഒരു ഫസ്റ്റ് സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 151 നമുക്ക് സപ്പോർട്ടുള്ളത്. 151 അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബൈ പോയിന്റ് ആണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു ബൈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 150 പിപ്പ് വരെയുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. GBPയുടെ കാര്യത്തിനകത്ത് 151 താഴെയായിട്ട് രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് കടന്നു കഴിഞ്ഞാൽ 150 ആയിരിക്കും ഒരു സോളിഡ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ അതാണ് GBPയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയുടെ കറണ്ട് പ്രൈസ് 1.04748 ആണ്. 1.0500 നല്ലൊരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ അവിടുന്ന് ഒരു സെല്ല് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം യൂറോ ഒരുപാട് മുകളിലോട്ട് പോകാനുള്ള പ്രോഡക്റ്റാണ്. അതുമാത്രമല്ല, റഷ്യ ഉക്രൈൻ വാർ എപ്പം വേണമെങ്കിലും അവസാനിക്കാം എന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ സെല്ല് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബൈ മാത്രമേ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. അതും നമുക്ക് മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് 1.0400 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം. 1.0500 മുകളിലായിട്ട് രണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, 1 അവർ ക്യാൻഡിൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ, രണ്ട് മാർക്കറ്റ് ഓപ്പണിങ്സിന് അല്ലെങ്കിൽ ക്ലോസിങ്സിന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം. അതൊരു ലോങ്ങർ ടേമിൽ നോക്കുമ്പോൾ 1.0800 വരെ പോകാനുള്ള പോസിബിലിറ്റി എല്ലാം തന്നെയുണ്ട്. 0.800 ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് യൂറോയിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് പോകുമ്പം GBP ഇന്നലെ ജസ്റ്റ് ഒന്ന് 1.2600 മുകളിലായിട്ടായിരുന്നു മാർക്കറ്റ് അവസാനിച്ചത് ഫ്രൈഡേ. പക്ഷേ ഇന്ന് നമുക്ക് കാണാം മാർക്കറ്റ് ജമ്പ് ചെയ്ത് താഴെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 1.0500 താഴെയായിട്ട് 0600 താഴെയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. GBP ഈ ഒരു പോയിന്റിൽ ഒരു കാരണവശാലും ഒരു ബൈ പോയിന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 1.2500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. ലോങ്ങർ പോയിന്റ് ഓഫ് വ്യൂവിൽ 1.2800 വരെയാണ് മാർക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഓക്കെ, സോ അതുവരെ GBP പോകാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് പോകുമ്പം ഗോൾഡ് ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നൊരു പ്രോഡക്റ്റാണ് അല്ലേ. അപ്പം ഗോൾഡ് അപ് ട്രെൻഡാണ്. ഒരു കാരണവശാലും സെല്ല് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2902 ആണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്. 2880 അടുത്ത് നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്യാം. 2880-85 റേഞ്ചിൽ നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഗോൾഡ് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിൽ പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, മാർക്കറ്റ് റേഞ്ച് ഇന്ന്
2915 വരെ ഉള്ളൊരു മാർക്കറ്റ് റേഞ്ചാണ് ഇന്ന് കാണുന്നത്. 15-ലൊരു ചെറിയൊരു ഇനിഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. 2815 റെസിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയാൽ 2915 റെസിസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയാൽ 2940, അതിൻ്റെ മുകളിലോട്ട് പോയാൽ 60-ഉം 80-ഉം വരെയുള്ള പോകാനുള്ള പോസിബിലിറ്റിയാണ് ഈ ആഴ്ച മൊത്തത്തിൽ ഗോൾഡിൽ കാണിക്കുന്നത്. നേരെ മറിച്ച് താഴെ പോയാൽ 2880-ൻ്റെ താഴെ പോയാൽ മാർക്കറ്റ് 2830 വരെ പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. 2830-ൻ്റെ താഴെ മാർക്കറ്റ് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സെൽ സൈഡ് നമുക്ക് ഗോൾഡിൽ റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളൂ. കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് 2880-ൻ്റെ അടുത്തായിട്ട് ഉണ്ട് എന്നതുകൊണ്ടിട്ടാണ് അങ്ങനൊരു സാഹചര്യം ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനകത്ത് പറയാനായിട്ടുള്ളത്. എന്താ പറയുക, ഇന്ന് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ചെറിയൊരു വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡ് എടുക്കുക. എന്താ പറയുക, അത് മാത്രമല്ല ഇന്നത്തെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള എല്ലാ ആൾക്കാരും ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനുള്ളത്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.